ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ഇതുവരെ ഉപയോഗിച്ച ആയുധങ്ങൾ ഏതെല്ലാമാണെന്ന് ഔദ്യോഗികമായി സേന വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി അടക്കം ഉറപ്പിച്ചു പറയുന്നുണ്ട്: പ്രിസിഷൻ, കൃത്യത. വളരെ കൃത്യമായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യസ്ഥാനങ്ങൾ. ഔദ്യോഗിക വിവരപ്രകാരം പാകിസ്ഥാനകത്തും പാക് അധിനിവേശ കാശ്മീരിലും നിലവിലുള്ള കുറെ ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ നമ്മൾ തകർത്തിട്ടുണ്ട്. വളരെ കൃത്യമായാണ് ഓരോ ടാർഗറ്റുകളും നമ്മുടെ സേന തകർത്തു കളഞ്ഞത്. പ്രിസിഷൻ സ്ട്രൈക്സ്, അതാണ് സേന എടുത്തു പറഞ്ഞ കാര്യവും. പഹൽഗാമിൽ പാവം സാധാരണക്കാരെ ഭീകരവാദികൾ കൊന്നുകളഞ്ഞതിന് നമ്മൾ മറുപടി നൽകിയത് ആ ഭീകരവാദികൾക്ക് പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങളെ മാത്രം മാർക്ക് ചെയ്ത് തകർത്തുകൊണ്ടാണ്. 9 സ്ഥലങ്ങളിലായി 21 ഭീകരവാദ ക്യാമ്പുകൾ ഈ ഓപ്പറേഷനിൽ ഇന്ത്യൻ സേനയുടെ അതിനൂതന ആയുധങ്ങൾ ലക്ഷ്യമിട്ടു. ബുധനാഴ്ച ബ്രീഫിംഗ് നടത്തിയ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞതും ഇത് തന്നെയാണ്. മറ്റു കൊളാറ്ററൽ ഡാമേജുകൾ ഒഴിവാക്കാൻ നീഷെ ടെക്നോളജിയുള്ള ആയുധങ്ങളാണ് ഇന്ത്യയുടെ സംയുക്ത സേന ഉപയോഗിച്ചത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ന്യൂ ഏജ് വെപ്പൺസുകൾ ഉൾപ്പെടുത്തി നല്ലൊരു പടക്കോപ്പ് തന്നെ ഇന്ത്യൻ മിലിറ്ററി സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ദീർഘദൂരം സഞ്ചരിച്ച് കൃത്യതയോടെ ലക്ഷ്യം കാണാൻ കഴിയുന്ന ആയുധങ്ങളും ഡ്രോണുകളും എല്ലാം ഉൾപ്പെടുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി വാർത്തകളിൽ ഇടം പിടിച്ച ഇന്ത്യൻ പട്ടാളത്തിന്റെ ചില ആയുധങ്ങൾ നോക്കാം. ഹൈലി അജൈൽ ആൻഡ് മോന്യൂവറബിൾ മ്യൂണിഷൻസ് എക്സ്റ്റൻഡഡ് റേഞ്ച്, ഇതാണ് ഹാമർ എന്നതിന്റെ പൂർണ്ണ രൂപം. റഫേൽ പോർവിമാനങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്തതാണിത്. ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് കൃത്യതയോടെ ഉപയോഗിക്കാൻ കഴിയുന്ന എയർ ടു ഗ്രൗണ്ട് പ്രിസിഷൻ ഗൈഡഡ് വെപ്പൺ സിസ്റ്റമാണിത്. 70 കിലോമീറ്റർ ദൂരത്ത് വരെ പറന്നു ചെന്ന് ഒരു കെട്ടിടത്തിന്റെ ജനവാതിൽ മാത്രം തകർക്കാൻ പോലും കഴിയുന്ന കൃത്യതയാണ് ഹാമറിന്. വിവിധ ബോംബുകളിൽ ഡിസൈൻ ചെയ്ത് ഫിറ്റ് ചെയ്യാൻ കഴിയും. വ്യോമാക്രമണങ്ങൾ കൃത്യമാക്കും. ഫ്രഞ്ച് എയറോസ്പേസ്, ഡിഫൻസ്, സെഫ്രാൻ സെക്യൂരിറ്റി കോർപ്പറേഷൻ എന്നിവർ ചേർന്നാണ് ഹാമർ നിർമ്മിച്ചിരിക്കുന്നത്. സെഫ്രാൻ ഗ്രൂപ്പ് പറയുന്നതനുസരിച്ച് ഹാമറിന് ഓട്ടോണമസ് ആയി പ്രവർത്തിക്കാൻ കഴിയും. ജാമിംഗ് സംവിധാനങ്ങളെ മറികടന്ന് പ്രവർത്തിക്കും. എത്ര പരുക്കൻ ടെറൈനുകളിലും താഴ്ന്ന ആൾട്ടിറ്റ്യൂഡിലും ലോഞ്ച് ചെയ്യാനും കഴിയും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിരവധി ഹാമർ സിസ്റ്റങ്ങൾ ഇന്ത്യൻ സൈന്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആകാശത്ത് നിന്ന് ലോഞ്ച് ചെയ്യാവുന്ന ക്രൂയിസ് മിസൈലാണ് സ്കാൽപ് EG. മുഴുവൻ പേര് സിസ്റ്റം ഡി ക്രോസ്ത്രേ ഓട്ടോണമസ് എ ലാംഗെ പൊട്ടെ എംപ്ലോയി ജനറൽ. ബ്രിട്ടനിൽ സ്റ്റോം ഷാഡോ എന്നാണ് ഈ മിസൈൽ അറിയപ്പെടുന്നത്. ദീർഘദൂരം ചെന്ന് ആഴത്തിൽ സ്ട്രൈക്കുകൾ നടത്താൻ സ്കാൽപ് മിസൈലുകൾക്ക് കഴിയും. രാത്രിയോ പകലോ വെയിലോ മഴയോ മഞ്ഞോ എന്തായാലും ശരി, ഏത് വെതർ കണ്ടീഷനിലും ഓപ്പറേറ്റ് ചെയ്യാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. യൂറോപ്യൻ മൾട്ടിനാഷണൽ MBDA നിർമ്മിച്ചതാണ് സ്കാൽപ് മിസൈലുകൾ. 450 കിലോമീറ്റർ പറന്നു ചെന്ന് ഒരു തെരുവ് വിളക്ക് പോലും കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ ഈ ക്രൂയിസ് മിസൈലുകൾക്ക് സാധിക്കും. ആകാശത്ത് നിന്ന് തൊടുക്കുമ്പോൾ താഴ്ന്നു പറക്കാനുള്ള കഴിവുണ്ട് സ്കാൽപ്പിന്. അതുകൊണ്ട് ശത്രുവിന് ഡിറ്റക്ട് ചെയ്യാൻ ഇത്തിരി പ്രയാസമാണ്. INS, GPS, ടെറൈൻ റെഫറൻസിംഗ് എന്നിവ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഹൈലി അക്യുറേറ്റഡ് ആൻഡ് അഡ്വാൻസ്ഡ് നാവിഗേഷൻ സിസ്റ്റമാണ് സ്കാൽപ് മിസൈലുകൾക്കുള്ളത്. ഏത് ബങ്കറുകളിലും തുളച്ചു കയറാൻ ശേഷിയുള്ള മിസൈലുകളാണിത്. മറ്റൊരു അത്യാധുനിക മിസൈലാണ് മിറ്റിയോ, ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ, BVRAM സിസ്റ്റം എന്നാണിത് അറിയപ്പെടുന്നത്. കടുത്ത ഇലക്ട്രോണിക് യുദ്ധവേളകളിൽ പോലും മിറ്റിയോർ മിസൈലുകൾ ഫലപ്രദമായി ഉപയോഗിക്കാം. MBDA തന്നെയാണ് ഇതിന്റെയും നിർമ്മാതാക്കൾ. 150 കിലോമീറ്റർ ദൂരം വരെ പറന്നു ചെല്ലും. ഈ മിസൈലിന്റെ എഞ്ചിനിൽ റാംജെറ്റ് എന്നൊരു മോട്ടോറാണുള്ളത്. മിസൈൽ ലക്ഷ്യത്തിലെത്തും വരെ ഈ മോട്ടോർ ശക്തി കൊടുത്തുകൊണ്ടേയിരിക്കും. അതോടൊപ്പം മിസൈലിന്റെ നോ എസ്കേപ്പ് സോൺ വലുതാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എയർ ടു എയർ മിസൈലുകളുടെ പോരാട്ടത്തിൽ മിറ്റിയോർ മിസൈലുകളിൽ നിന്ന് ശത്രുക്കൾക്കൊരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കരസേനയിലും വ്യോമസേനയിലും നാവികസേനയിലും ഓപ്പറേഷൻ നിർവഹിക്കുന്ന സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളാണ് ബ്രഹ്മോസ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി രൂപീകരിച്ച ബ്രഹ്മോസ് എയറോസ്പേസ് ആണ് ഈ മിസൈലുകൾ നിർമ്മിച്ചത്. 300 മുതൽ 500 കിലോമീറ്റർ വരെ ദൂരം പറന്നു ചെല്ലും. ലക്ഷ്യം കൃത്യമായി തകർക്കും. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ പറക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രമാണിത്. പറക്കാനുള്ള സമയം കുറക്കുക, ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്തിക്കുക, ശത്രുവിനെ പ്രതിരോധിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നിവയെല്ലാം ഇതിന്റെ പ്രത്യേകതകളാണ്. ഫയർ ആൻഡ് ഫോർഗറ്റ് പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കിയാണ് ബ്രഹ്മോസ് പ്രവർത്തിക്കുന്നത്. അടുത്ത കാലത്തായി ഷിപ്പുകളിലേക്കും ലാൻഡിലേക്കുമുള്ള ബ്രഹ്മോസ് മിസൈലുകളുടെ ദൂരപരിധി ഇന്ത്യ ഇരട്ടിപ്പിച്ചിരുന്നു. സൂയിസൈഡ് ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന ഡ്രോണുകളുടെ ഒരു കൂട്ടമാണിത്. ആകാശത്ത് ചുറ്റിത്തിരിഞ്ഞ് വട്ടമിട്ട് പറന്ന് ലക്ഷ്യസ്ഥാനം നിരീക്ഷിക്കും. ശരിയായ സമയം നോക്കി ലക്ഷ്യത്തിൽ ഇടിച്ചു തകർക്കും. പ്രിസിഷൻ സ്ട്രൈക്കുകളാണ് ഈ ഡ്രോണുകളുടെയും പ്രത്യേകത.
ഒരു സിവിലിയൻസിനെയും ബാധിക്കാതെ തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിടാൻ ഇന്ത്യൻ സേനയെ പ്രാപ്തമാക്കിയതിൽ ഈ ഡ്രോണുകൾ സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ശക്തമായ ആകാശ പ്രതിരോധ സംവിധാനമാണിത്. സുദർശന ചക്രം എന്ന് വിളിപ്പേരുള്ള S-400 പാകിസ്ഥാനിൽ നിന്നും ഒരേ സമയം വന്ന നിരവധി ഡ്രോണുകളെയും മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കി കളഞ്ഞത് ഈ സുദർശൻ ചക്രയാണ്. ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഉത്തമോദാഹരണം. റഷ്യയുടെ അൽമാസ് സെൻട്രൽ ഡിസൈൻ ബ്യൂറോ ആണ് ഇത് വികസിപ്പിച്ചത്. 2018 5 യൂണിറ്റ് S-400 ഇന്ത്യൻ സേന സ്വന്തമാക്കിയിരുന്നു. അത്യാധുനിക ഉപകരണങ്ങൾ, ആയുധങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ. ഭീകരാക്രമണത്തിന് മറുപടി നൽകാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശ്രമിക്കുന്ന ഇന്ത്യയുടെ സംയുക്ത സേനാ വിഭാഗങ്ങളുടെ ശക്തിയാണ് ഈ ആയുധങ്ങളെല്ലാം.